എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നൊരു മുട്ടക്കറിയാണ്, മീൻകറിയുടെ വെപ്പിൽ ഒരു മുട്ടക്കറി. അപ്പോൾ ആദ്യം ചട്ടി ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഉള്ളിട്ട് കൊടുക്കാം. ഉള്ളി ചെറുതായി മൂത്ത് വരുന്നുണ്ട്. അതിലേക്ക് 2 പച്ചമുളക്, തണ്ട് കറിവേപ്പില, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് 2 തക്കാളി നീളൻ അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം കുടംപുളി, പുളി രസം ഉണ്ടാവാനായിട്ട് അതിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പച്ചമണം മാറിയാൽ മതി, നന്നായി വഴറ്റണ്ട. എന്നിട്ട് പിന്നെ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടിട്ടു. തക്കാളി പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. ഒരു അരമുറി നാളികേരം, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളകും പൊടി ഇട്ടിട്ട് അരച്ചതാണ്. അത് ഇതിലേക്ക് കൊടുക്കുക. ഇതൊന്ന് കഴുകി ഒഴിക്കുക. നമ്മൾ അരപ്പ് മിക്സിയിൽ കഴുകി ഒഴിച്ചു. ഇനി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ചെറിയ കഷ്ണം കുടംപുളി ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറിക്ക് ഒരു ചെറിയ പുളി വേണ്ട. നമ്മൾ മീൻ കറിയുടെ വെപ്പാണ് വെക്കുന്നത്. നമ്മൾ തക്കാളിയും കുടംപുളി ഇട്ടിട്ട് മീൻ കറി വെക്കുമല്ലോ. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളകും പൊടി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചിയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ മുട്ട പുഴുങ്ങിയത്, വേവാകുമ്പോൾ മുട്ട പുഴുങ്ങിയത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ കറി നല്ലോണം വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊന്ന് വറ്റി വരുമ്പോൾ നമുക്ക് മുട്ട പുഴുങ്ങിയത് അതിലേക്ക് ചേർക്കാം. കറി ഒന്ന് വെന്ത് വരട്ടെ. ഇനി നമുക്ക് അതിലേക്ക് മുട്ട പുഴുങ്ങിയത് നടുമുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ 3 മുട്ടയാണ് പുഴുങ്ങിയിട്ട് നടുമുറിച്ചിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇട്ട് കൊടുത്താൽ മുട്ട ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ ചെറുതയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ മുട്ടയാണ് നമ്മൾ ഈ മസാല പിടിക്കും നന്നായിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് തിന്നാനായിട്ട്. ഇനി ഇത് 5 മിനിറ്റ് ചെറുതയിൽ കിടക്കട്ടെ. അങ്ങനെ നമ്മളുടെ മുട്ടക്കറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ല ചോറിനാനായിട്ട് നമ്മളെ മീൻ കറിയുടെ ടേസ്റ്റിലുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ. ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ്. അല്ല, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ മുട്ടക്കറി റെഡി.